മുഴുവൻ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചതെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 17 ലക്ഷത്തിൽ നിന്ന് 48 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞ 10 വർഷത്തിനിടെ കഴിഞ്ഞു. വിഷൻ 2031 സെമിനാറിലൂടെ 31-ൽ കേരളം എങ്ങനെയായിരിക്കണമെന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പനയിൽ ജലവിഭവ വകുപ്പ് സംഘടിപ്പിച്ച വിഷൻ 2031 സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജലത്തെ ആശ്രയിച്ചാണ് നമ്മുടെ നാടിന്റെ നിലനിൽപ്പ്. കുട്ടനാട്ടിലെ നെൽവയലുകൾ മുതൽ ഇടുക്കിയിലെ മലനിരകൾ വരെ, മണ്ണിനെ പരിപോഷിപ്പിക്കുന്ന നദികൾ മുതൽ കായലുകൾ വരെ നമുക്ക് അനുഗ്രഹവും വെല്ലുവിളിയുമാണ്. ജലവിഭവത്തിന്റെ മാനേജ്മെന്റ് കാര്യക്ഷമമായി സർക്കാർ നടത്തി വരുന്നു. ജലാശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കൽ, ഡാം ഡീസിൽറ്റേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊപ്പം കാർഷിക മേഖലയിലെ ശാസ്ത്രീകരിക്കുന്നതിന് മൈക്രോ ഇറിഗേഷൻ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ശാസ്ത്രീയ കൃഷിരീതിയിലൂടെ വിളവ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഹില്ലി, അക്വ കുപ്പിവെള്ളം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഹരിത രീതിയിലുള്ള കുപ്പികൾ പുറത്തിറക്കുന്ന പദ്ധതിക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം പാക്കിലാക്കി കൊടുക്കുന്ന ഹില്ലി അക്വ ഇന്ന് വലിയ രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുത്തു. നമ്മുടെ നല്ല വെള്ളമാണ്, മലയോരത്ത് വരെ നല്ല വെള്ളം. ഇപ്പം തൊടുപുഴയിലും അരുവിക്കരയിലുമാണ് ഇതിൻ്റെ ഉൽപ്പാദനം. ആ വെള്ളത്തിന് ഡിമാൻഡ് വർദ്ധിച്ചു. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നമ്മുടെ വെള്ളം ഇപ്പം തന്നെ പോയി തുടങ്ങി. മലയാളികളുടെ വെള്ളം, ഈ കേരളത്തിൻ്റെ വെള്ളം ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവിടുന്ന് കയറ്റി അയക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വാട്ടർ നമുക്ക് ഇപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വെള്ളം പോലും കുടിക്കാൻ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ആ നിലയിലുള്ള ഹരിത മോഡലിൽ നമ്മുടെ ആ കുപ്പി മണ്ണിൽ പൂർണ്ണമായി ലയിച്ചു പോകും. ആദ്യമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നത്. 1500-ലധികം പേരാണ് സെമിനാറിൽ പങ്കെടുത്തത്. രാവിലെ 10-ന് ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ സിൻഹ, ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ബിനു ഫാൻസ്ട്രീറ്റ്സ് എന്നിവർ ആമുഖ പ്രഭാഷണവും ജലവിഭവ വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ റിപ്പോർട്ട് അവതരണവും നടത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടെ 27 ലക്ഷം പുതിയ കുടിവെള്ള കണക്ഷനുകൾ നൽകിയതായി റിപ്പോർട്ടിൽ വിശദീകരിച്ചു. റീബിൽഡ് കേരളയിൽ 303 കോടിയുടെ 17 പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. MLA-മാരായ MM മണി, അഡ്വക്കേറ്റ് A രാജ, കേരള വാട്ടർ അതോറിറ്റി MD PB നൂഹ്, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, കട്ടപ്പന നഗരസഭ വൈസ് ചെയർപേഴ്സൺ KJ ബെന്നി, വാർഡ് കൗൺസിലർ ജാൻസി ബേബി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ, കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ, ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർമാരായ ബിനോയ് ടോമി ജോർജ, VK പ്രദീപ, ഗ്രൗണ്ട് വാട്ടർ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് റിനി റാണി, സംഘാടക സമിതി അംഗങ്ങളായ ഇടുക്കി ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജം തോമസ്, VR ശശി, ജിൻസൺ വർക്കി, ഷാജി നെല്ലിപ്പറമ്പിൽ, ഷാജി പാമ്പൂരി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന.